അപ്പോൾ ഇന്ന് PSC ഒരു തിരുത്തൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് മിക്ക ആൾക്കാരും എഴുതിയ ഫീൽഡ് വർക്കർ, ഹെൽത്ത് സർവീസിലേക്കുള്ള ഫീൽഡ് വർക്കർ തെരഞ്ഞെടുപ്പിലേക്കായിട്ടുള്ള കുറച്ച് തിരുത്തലുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ 8th സ്റ്റാൻഡേർഡ് ആണ് ക്വാളിഫിക്കേഷൻ തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉള്ളവരും അപ്ലൈ ചെയ്തു. എന്നാൽ ഇപ്പോൾ തിരുത്തൽ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിലെ ഫീൽഡ് വർക്കർ തസ്തികയുടെ തെരഞ്ഞെടുപ്പിലേക്കായി 31/12/2019 തീയതിയിലെ അസാധാരണ ഗസറ്റിൽ കാറ്റഗറി നമ്പർ 546/2019 പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിലെ ഖണ്ഡിക 7 യോഗ്യതയിലെ ക്രമ നമ്പർ 1 8ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല എന്ന് തിരുത്തൽ വരുത്തി ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു. 8ാം ക്ലാസ് എന്നതായിരുന്നു ക്വാളിഫിക്കേഷൻ, അത് മാറ്റി 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ബിരുദം ക്വാളിഫിക്കേഷനുള്ള, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടും എന്ന് ആണ് PSC തന്നെ പറയുന്നത്, തിരുത്തലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് ഒരു സാക്ഷ്യപത്രം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. സാക്ഷ്യപത്രത്തിൽ പറഞ്ഞേക്കുന്നത് ബിരുദം നേടിയിട്ടില്ല എന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സാക്ഷ്യപത്രവും വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോ ജില്ലയിലായിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പരീക്ഷ എഴുതിയ ആൾക്കാർ, അതായത് ഷോർട്ട് ലിസ്റ്റിൽ വന്ന് മെയിൻ പരീക്ഷ എഴുതിയ ആൾക്കാര്, ബിരുദം നേടിയിട്ടുള്ള ആൾക്കാർ ആ സാക്ഷ്യപത്രവും കൊടുക്കേണ്ടി വരും. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ആ ലിസ്റ്റിൽ നിന്ന് പുറത്താകും. പക്ഷെ അത് PSC ഇപ്പോഴാണോ പറയേണ്ടത്, ഈ സാഹചര്യത്തിലാണോ പറയേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം പരീക്ഷ എഴുതി ആൾക്കാര് മെയിൻ ലിസ്റ്റ് കാത്തിരിക്കുന്ന സമയത്താണോ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടത്? അല്ല. ഒന്നെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത്, അല്ലെങ്കിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച സമയത്ത് ഈ ഒരു കാര്യം പറയണമായിരുന്നു. അല്ലാതെ മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ എലിജിബിൾ ആക്കി, അവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസും കൊടുത്ത്, അവര് സ്പെഷ്യൽ ടോപ്പിക്കുകളും പഠിച്ച് ബാക്കി പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പരീക്ഷയും നടന്നത്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു തിരുത്തൽ വിജ്ഞാപനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ 31/12/2019 തീയതിയിലെ അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം മേൽപ്പറഞ്ഞ പ്രകാരം ഭേദഗതി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിയുടെ ഉത്തരവാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് താഴെ കമന്റ് ചെയ്യൂ. അതുപോലെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരെയും ഒന്ന് അറിയിക്കുക. ഇങ്ങനെയൊരു ക്വാളിഫിക്കേഷൻ, അതായത് ബിരുദം നേടിയിരിക്കാൻ പാടില്ല എന്നൊരു തിരുത്തൽ വിജ്ഞാപനം വന്നിട്ടുള്ള കാര്യം എല്ലാവരും ഒന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസും അതുപോലെ ക്ലാസ്സുകളും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കയറി പോന്നോളൂ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ അപ്ഡേറ്റുകളും ഞാൻ ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ എന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.